ശ്രീ ബി ഗോപാലകൃഷ്ണൻ, SIT ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് കോടതിക്ക് മുൻപാകെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിലൂടെ നടത്തിയിരിക്കുന്നത്. കേവലം ദ്വാരപാലക പാളികളിലോ കട്ടിളപ്പാളികളിലോ ഒതുങ്ങുന്നതല്ല ഈ സ്വർണ്ണക്കൊള്ള എന്നുള്ളത് വ്യക്തമാകുകയാണ്. പ്രഭാമണ്ഡലത്തിലെ സ്വർണം വരെ കവർന്നിരിക്കാമെന്നുള്ള നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നു. ഇനിയും പുറത്തു വരാനുള്ളത് എത്ര കോടി സ്വർണത്തിന്റെ കവർച്ച എന്നുള്ളത് അന്യമായി തന്നെ നിൽക്കുകയാണ്. എന്തായാലും അന്വേഷണം മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഇതിന്റെ വ്യാപ്തി കൂടുമോ എന്നുള്ള ആശങ്കയും ഭയവും ഒക്കെ സാധാരണക്കാരായ ഭക്തർക്കുമുണ്ട്. ഒരു ഭാഗത്ത് അത്തരം ആശങ്കകൾ നിഴലിക്കുമ്പോൾ മറുഭാഗത്ത് രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനുള്ള ശ്രമത്തിലാണ് ഇടതും വലതും. ആരോപണ പ്രത്യാരോപണങ്ങൾ ഇവർ ഉന്നയിക്കുമ്പോഴും ആരിലേക്കൊക്കെയാണ്, അല്ലെങ്കിൽ ആരാണ് പോറ്റിയെ ആദ്യം അവിടെ കയറ്റിയത് എന്നടക്കമുള്ള ചോദ്യങ്ങളിൽ മൗനം പാലിക്കുന്നു. എന്തായാലും അങ്ങേയറ്റം ഗൗരവതരമായ വസ്തുതകളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്ന് നിൽക്കുമ്പോൾ രാഷ്ട്രീയ നേതൃത്വം CPM-ന് ഉത്തരം പറയേണ്ട ബാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ CPM എടുത്തുകാട്ടുന്ന ചില ആരോപണങ്ങൾ കോൺഗ്രസിനെതിരെ അവർക്കും ഉത്തരം പറയേണ്ട ബാധ്യതയുണ്ട്. പൊതുസമൂഹം ഇതിനെ എങ്ങനെ വിലയിരുത്തും? BJP തുടക്കം മുതൽ പറയുന്നുണ്ട് ഇതിലൊരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ആവശ്യം അനിവാര്യമാണ് എന്നുള്ളത്. ഇന്നും മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു, CBI അന്വേഷണം ആവശ്യമില്ല എന്നുള്ളത്. എങ്ങനെ നോക്കിക്കാണാം ഈ സാഹചര്യത്തിൽ? അത്യന്തം അപകടകരമായിട്ടുള്ള, ഉത്കണ്ഠാജനകമായിട്ടുള്ള, ഏറെ സംഭീതി ഉണ്ടാക്കുന്ന ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ അവിടെ നടന്നിട്ടുള്ളത്. ആദ്യമൊക്കെ പറഞ്ഞത് ദ്വാരപാലക ശില്പമായിരുന്നു, പിന്നീടത് മാറി കട്ടളപ്പടിയായി, പിന്നീടത് കുതിരയായി, അത് കൊടിമരമായി. ഇപ്പോൾ കേൾക്കുന്നത് ഭഗവാന്റെ എല്ലാ അർത്ഥതലങ്ങളിലുമുള്ള ഭഗവാനുമായി ബന്ധപ്പെട്ട എല്ലാം കട്ടുകൊണ്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ ബലമായ സംശയം അയ്യപ്പ വിഗ്രഹവും ഇവന്മാർ ഒറിജിനൽ അയ്യപ്പ വിഗ്രഹം കട്ടുകൊണ്ട് പോയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് ഒറിജിനൽ പഞ്ചലോഹ വിഗ്രഹം തന്നെയാണോ, സ്വർണ്ണ വിഗ്രഹം തന്നെയാണോ, അതോ ഇവന്മാരടിച്ചു മാറ്റിയ വിഗ്രഹമാണോ അവിടെ ഇരിക്കുന്നത്? വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. ലോകം മുഴുവനുള്ള അയ്യപ്പ വിശ്വാസികളെ അപമാനിക്കുന്നതിനും ലോകം മുഴുവനുമുള്ള അയ്യപ്പ വിശ്വാസികൾക്ക് അങ്ങേയറ്റം ദുഃഖമുണ്ടാകുന്ന ഒരു വാർത്തയാണ് ഇന്ന് വെളിയിൽ വന്നിരിക്കുന്നത്. ഇതൊരു കാരണവശാലും സഹിക്കുന്നതല്ല. ഞാൻ പലവട്ടം സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ശബരിമലയെ കൊള്ള ചെയ്യുക എന്നത് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ താല്പര്യമായിരുന്നു. ശബരിമല മാത്രമല്ല, ശബരിമല അടക്കം കേരളത്തിലെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുക എന്നത് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ സമീപനമാണ്. അവരെവിടെ ചെന്നാലും കൊള്ളയടിക്കലാണ്. അത് സഹകരണ ബാങ്കുകളിൽ കൊള്ളയടിപ്പ് നടന്നു, അത് ഭരണകൂടങ്ങൾ പഞ്ചായത്ത് വഴി മുനിസിപ്പാലിറ്റി വഴി അവരുടെ കൊള്ള നടത്തുന്നു. ഇപ്പോൾ ഈ കൊള്ളയടിച്ച് മറ്റൊന്നും കൊള്ളയടിക്കാതെ വന്നപ്പോൾ കേരളത്തിലെ ഹൈന്ദവരുടെ ക്ഷേത്രത്തിലേക്കാണ് അവർ കടന്നു കയറിയത്. ഹൈന്ദവരുടെ ക്ഷേത്രത്തിൽ കടന്നു കയറിയാൽ അയ്യപ്പൻ തിന്നാൽ 2 ഗുണമുണ്ട് എന്ന് പറയുന്നത് പോലെ ഇവർ പറഞ്ഞു, ആ ഹൈന്ദവരുടെ ക്ഷേത്രത്തിലേക്ക് കയറിയാൽ BJPയെ തടയാം, RSSനെ തടയാം. 2, ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ക്ഷേത്രങ്ങളിൽ നിന്ന് വിലപിടിപ്പുള്ള സാധനങ്ങൾ അടിച്ചു മാറ്റാം, അവരെ ആ ക്ഷേത്രങ്ങളുടെ ക്ഷേത്ര സ്വത്തിൽ കൈയിട്ട് മാന്താം, ആ ക്ഷേത്രത്തിൻ്റെ വരുമാനം അത് അവരുടെ ഇഷ്ടം പോലെ അവർക്ക് അത് വിനിയോഗിക്കാം, അത് അവരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തട്ടിപ്പ് കേന്ദ്രങ്ങളിലേക്ക് മാറ്റാം. ഇങ്ങനെയുള്ള ഏർപ്പാടുകൾ ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷവും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിലും കോൺഗ്രസ് ഇത്ര ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം കോൺഗ്രസ്സിലെ കുറേ ആളുകൾക്ക് വാസ്തവത്തിൽ ഈ ക്ഷേത്രത്തിൽ വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും കള്ളന്മാരാണ്. കാരണം കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന സമയത്താണ് ശിവകുമാറിൻ്റെ അനിയൻ ജയകുമാറൊക്കെ അവിടെ തട്ടിപ്പ് കാണിച്ചിട്ടുള്ളത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള കഴിഞ്ഞ 10 വർഷം എന്ന് പറയുന്നത് നേരിട്ടുള്ള ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളെ തകർക്കാനുള്ള താല്പര്യമായിരുന്നു. തളി ക്ഷേത്രത്തിലെ കാര്യം നമുക്കറിയാം, അവിടെ പച്ച പെയിൻ്റ് അടിക്കുക. ഇന്നലത്തെ കഴിഞ്ഞ ദിവസം ജനം ചാനൽ തന്നെ വെളിയിൽ കൊണ്ടുവന്ന അങ്ങേറ്റം മാരകവും അങ്ങേയറ്റം അധമവുമായിട്ടുള്ള ഒരു സമീപനമല്ലേ ശിവലിംഗത്തിലേക്ക് യോനിയിൽ നിന്ന് രക്തമൊഴുകുന്ന ഒരു ചിത്രം? സുവർണ കേരളം, ഇതാണോ കേരളം?
ഇതൊക്കെ ഇവന്മാർക്ക് എന്തിൻ്റെ കേടാണ്? ആരാണിതൊക്കെ ചിത്രങ്ങൾ ആലേഖനം ചെയ്യുന്നത്? ഒരു ഭാഗ്യക്കുറി ചിത്രത്തിൽ ശിവലിംഗത്തിന് എന്ത് പ്രാധാന്യം? ഒരു ഭാഗ്യക്കുറി ടിക്കറ്റിൽ ഈ യോനിയിൽ നിന്ന് രക്തമൊഴുകുന്നതൊക്കെ ഈ മലയാളിയുടെ ഒരു സാംസ്കാരിക അധപ്പതനം നിങ്ങളൊന്ന് കേൾക്ക്. എന്നിട്ട് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ കേരളത്തിൽ ഒരു മാധ്യമവുമില്ല. ജനമല്ലാതെ ഒരു മാധ്യമവും ഇത് ചർച്ച ചെയ്തിട്ടില്ല. ഇതെന്തൊരു കഷ്ടമാണ്. ഒരു പ്രവാചകൻ്റെ പേര് പറഞ്ഞ ഒരു പരീക്ഷയ്ക്ക് പ്രവാചകൻ്റെ പേര് പറഞ്ഞതിന് കൈവെട്ടിയ നാടാണ്. ആ കൈവെട്ടിയത് ശരിയാണ് എന്ന് പറഞ്ഞ ഇടതുപക്ഷ വലതുപക്ഷ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ നാടാണ് ഈ കേരളം. ക്രിസ്മസ് കാലത്ത് എവിടെയോ എന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞ് എന്തായിരുന്നു മതേതരത്വത്തിൻ്റെ ആ മണിമുഴക്കം കേരളത്തിലെ ഇടതും വലതും ചെയ്തത്? എന്താ ഇത് ചോദിക്കാൻ ആരുമില്ലേ? ശബരിമലയുടെ കാര്യം ചോദിക്കാൻ ആരുമില്ലേ? ശിവലിംഗത്തിൻ്റെ മുകളിലേക്ക് രക്തം യോനിയിൽ നിന്ന് വീഴുന്നത് ചോദിക്കാൻ ആരുമില്ലേ? ഞാൻ ചോദിക്കട്ടെന്ന്, ഇക്കണക്കിന് പോയാൽ ഈ ശബരിമല ക്ഷേത്രത്തിന് ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? ശബരിമല ക്ഷേത്രത്തിലെ കാണിക്കയടക്കം, ശബരിമല ക്ഷേത്രത്തിൽ വീഴുന്ന സ്വർണമടക്കം എല്ലാം ഇവന്മാർ കട്ടുകൊണ്ട് പോയിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ആ വിഗ്രഹമുണ്ടല്ലോ, ശബരിമലയിലെ വിഗ്രഹം, അയ്യപ്പൻ്റെ വിഗ്രഹം, ആ വിഗ്രഹവും വാസ്തവത്തിൽ അത് യഥാർത്ഥ വിഗ്രഹം തന്നെയാണോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ഇവന്മാർ തട്ടിപ്പുകളായതുകൊണ്ട് ഭഗവാന്റെ വിഗ്രഹത്തെ പറ്റി പറയുന്നത് വാസ്തവത്തിൽ നമുക്ക് വലിയ സങ്കടമാണ്. നമ്മുടെ മനസ്സിനത് അനുവദിക്കില്ല. അതൊരിക്കലും അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ ഈ കള്ള തട്ടിപ്പുകാരുടെ സമീപനം കാണുമ്പോൾ അതും കൂടി അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നിട്ട് ഇതിനെയൊക്കെ പുകമറ കാണിക്കാൻ വേണ്ടി ഒരു SIT എന്താണ് ഈ നമുക്കെല്ലാവർക്കും അറിയാം. കടകംപള്ളി എന്താ പറഞ്ഞത്? കടകംപള്ളി പറഞ്ഞത് ഒരു ഫയൽ പോലും മന്ത്രിയുടെ അടുത്തേക്ക് വരില്ല, എല്ലാ ഫയലും ദേവസ്വം ബോർഡ് തന്നെ ചെയ്യാന്ന്. എന്ന് വെച്ചാൽ മന്ത്രിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നാണോ അയാൾ പറയുന്നത്? ഞാൻ അതിനെ രണ്ടായിട്ട് കാണുകയാണ്. മന്ത്രിക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ല. ദേവസ്വത്തിൽ എന്താണ് ദേവസ്വം ബോർഡ് ചെയ്തത് അത് അവരുടെ ഇഷ്ടപ്രകാരം ചെയ്യാൻ. പിന്നെന്തിനാ ഇയാൾ ദേവസ്വം മന്ത്രിയാന്ന് പറഞ്ഞിരിക്കുന്നത്? അപ്പം അയാൾ ഇന്നലെ പറയാണ്, ഞാൻ ആകെ ഉത്സവം നടത്താൻ വേണ്ടി ഇരിക്കുന്നത്. ഉത്സവം നടത്താൻ കേരളത്തിലൊരു മന്ത്രി ആവശ്യമുണ്ടോ? ഈ നാണം കെട്ടവനെയൊക്കെ ഉണ്ടല്ലോ, പുളിവാറ് എടുത്തിട്ട് അവനെയൊക്കെ അടിച്ചോടിക്കണം, പുറത്തടിച്ചോടിക്കണം. ഇവനെയൊക്കെ മന്ത്രിയെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവെന്നും പറയുന്നത് കേരളത്തിന് അപമാനമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ അപമാനമാണ്. അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്നെ അപമാനമൊന്നുമില്ല, കാരണം അതിലുള്ളതൊക്കെ കള്ളന്മാരാണ്. പക്ഷെ അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ ഫയലും ഞാനും തമ്മിൽ ഒരു ബന്ധമില്ല, പിന്നെ എന്തിനാ SIT ഇവരെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചത്? അപ്പോൾ ഒന്നുകിൽ SITയുടെ ചോദ്യം ചെയ്യൽ ജനങ്ങളുടെ രോഷത്തെ തണുപ്പിച്ച് പിണറായി വിജയനെ രക്ഷിക്കാനുള്ള ഒരു ശ്രമമാണ്. ഞാനിത് കടകംപള്ളിയിലല്ല ഇത് നിൽക്കുക. ഈ അന്വേഷണം ശക്തമായി പോയാൽ, CBIയുടെ അന്വേഷണമടക്കം വന്നാൽ, ഈ അന്വേഷണം ചെന്ന് നിൽക്കുക ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ വാതിലായിരിക്കും. ആഭ്യന്തരമന്ത്രി ഇതിൽ പ്രതിയായി മാറും, യാതൊരു സംശയവുമില്ല. കാരണം സ്വർണത്തോടുള്ള താല്പര്യം അയാൾക്ക് ഇതിൽ കൂടുതലാണ്. അയാൾക്ക് മാത്രമല്ല, അയാളുടെ മരുമകനും മകൾക്കും ഒക്കെ കൂടുതലാണ്. അപ്പോൾ ഇത് ചെന്ന് തീരുക യാതൊരു സംശയവുമില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇതിനെ തടയാൻ ശ്രമിക്കുന്നത്. ഇപ്പം SITയുടെ അന്വേഷണം മുഖ്യമന്ത്രി കീറിയ ചാലിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇത് അനുവദിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് BJP എന്നും പറഞ്ഞത്. പ്രശാന്തും ദേവസ്വം പ്രസിഡന്റായിരുന്ന പ്രശാന്തും ഈ കടകംപള്ളി സുരേന്ദ്രനും ഒക്കെ ഇതിൽ പ്രതികളാണ്. അവരെ പറ്റി കൃത്യമായി അന്വേഷിക്കണം. അതിന് CBI വരണം, അതിന് കേന്ദ്ര അന്വേഷണം ഉണ്ടാവണം. അതിന് കേന്ദ്ര അന്വേഷണം ഇല്ലെങ്കിൽ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കിടക്കും. ഞാൻ ചോദിക്കട്ടെന്ന്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിണറായി വിജയനായിട്ട് എന്താ ബന്ധം? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധിയായിട്ട് എന്താ ബന്ധം? ഇവർ പറഞ്ഞല്ലോ, ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ 2004 തൊട്ട് അവിടെ ഉണ്ടായിരുന്നു, കോൺഗ്രസ്സുകാരാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി 2004 മുതൽ തന്നെ ഒരു കള്ളനാണെന്ന് അറിഞ്ഞിട്ടും മുഖ്യമന്ത്രി എന്തിനാ അയാളെ സ്വീകരിച്ചത്? മുഖ്യമന്ത്രി എന്തിനാ അയാളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തത്? മുഖ്യമന്ത്രിയും കുടുംബവും അയാളുമായി സംസാരിച്ചത് എന്തിനാ? സോണിയാഗാന്ധി അയാളുമായി ബന്ധപ്പെട്ടത് എന്തിനാ? അപ്പോൾ ഇത് കാണിക്കുന്നത് ഈ റാക്കറ്റ് എന്ന് പറയുന്നത് ഒരു അന്താരാഷ്ട്ര റാക്കറ്റാണ്. ഈ റാക്കറ്റ് എന്ന് പറയുന്നത് ഒരു അന്താരാഷ്ട്ര
രീതിയിലുള്ള ഒരു കൊള്ളയുടെ ഭാഗമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുമായി ബന്ധപ്പെട്ട ആളുകളും. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് എടുക്കുന്നു, അത് കൊടുക്കുന്നു, അതിൽ നിന്ന് പണമുണ്ടാക്കുന്നു, അതിൻ്റെ വിഹിതം ഓരോ ആളുകൾക്ക് എത്തുന്നു. ഇതൊരു വലിയ വൻ ഗൂഢസംഘമാണ്. ഹിന്ദുക്കളെ അപമാനിക്കുകയാണ്, ഹിന്ദുക്കളെ ഇല്ലാതാക്കാൻ ശ്രമമാണ്. ഹിന്ദുക്കൾക്ക് ലോകം മുഴുവനും ഈ രീതിയിലുള്ള സമീപനമാണ് ഇപ്പോൾ ഹിന്ദുക്കൾ നേരിടുന്ന. നമ്മുടെ നാടാണ് ഈ കേരളം. അയ്യപ്പൻ ഈ കേരളത്തിലാണ്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ തല്ലി ഓടിക്കുകയാണ്, ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ മാരകമായി തല്ലുകയാണ്. എന്തൊരു സന്യാസിയെ തല്ലുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഈ നാട്ടിൽ പോലും ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് രക്ഷയില്ലെങ്കിൽ എന്നിട്ടും ഹിന്ദുക്കൾ ഈ കള്ളന്മാരുടെ കൂടെ നിന്ന് വോട്ട് ചെയ്ത് അവന്മാരെ വീണ്ടും വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദുക്കൾക്ക് ഒരു വിവരമില്ലാണ്ടായോ?